ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ലാപ്ടോപ്പ് ബാറ്ററിയിൽ നിന്നും എങ്ങനെ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ലാപ്ടോപ്പ് ബാറ്ററി ഏകദേശം 2-3 വർഷം മാക്സിമമാണ് പറയുന്നത്. 2-3 വർഷം, അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം എന്താ, ഏകദേശം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ് വന്ന് അവസാനം ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലോ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ലാപ്ടോപ്പ് ബാറ്ററി റീപ്ലേസ് ചെയ്യും, അത് വലിച്ചെറിയും, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ലാപ്ടോപ്പ് ബാറ്ററി നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പവർ ബാങ്കായി മാറ്റിയെടുക്കാം. നിങ്ങൾ വിചാരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതെന്ന്. വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു സർക്യൂട്ട് മാത്രമേ വേണ്ടുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഏകദേശം 10,000 അല്ലെങ്കിൽ 10,500 mAh വരെ നമുക്ക് എന്ത് ചെയ്യാം, ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഒരു പഴയ HP ലാപ്ടോപ്പ് ബാറ്ററിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 2200 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള 4 സെല്ലുകൾ ചേർത്തിട്ടാണ് ഈ ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിത് പവർ ബാങ്ക് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ബാറ്ററിയുടെ ക്ലിപ്പ് റിമൂവ് ചെയ്യാം. വളരെ ടൈറ്റായിട്ടായിരിക്കും ഇത് ഉണ്ടാവുക, അതുകൊണ്ട് സൂക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടു കൂടി തന്നെ ഇത് ചെയ്യുക. കാരണം ഇതിലെ ബാറ്ററി ടെർമിനലുകൾ കൂട്ടിമുട്ടി ചിലപ്പോൾ സ്പാർക്ക് ഉണ്ടാവാനോ അതുപോലെ തന്നെ തീപിടുത്തുണ്ടാവാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾ ഒരിക്കലും ഇത് ചെയ്യരുത്. അതുപോലെ കുട്ടികൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചിയോ ചേട്ടനോ അല്ലെങ്കിൽ മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്യും. ഇതിപ്പോൾ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, 4 ബാറ്ററികൾ, 3.7 വോൾട്ടിൻ്റെ 4 ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 14.4 വോൾട്ട് ഔട്ട്പുട്ടാണ് ടോട്ടലായിട്ട് തരുന്നത്. ഇത് സീരിയലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് പാരലലായി കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് പവർ ബാങ്ക് നിർമ്മിക്കേണ്ടത്. നമുക്ക് ഈ ബാറ്ററികൾ ഓരോന്നായി അഴിച്ചെടുക്കാം. നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, അതിലെ ബാറ്ററി ടെർമിനലുകൾ ഒരിക്കലും കൂട്ടിമുട്ടരുത്. സോ സാവധാനം ഒരു കട്ടിംഗ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു കട്ടറോ ഉപയോഗിച്ച് പതുക്കെ അതിൻ്റെ ടെർമിനലുകൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്താം. അതിൻ്റെ കൂടെ കാണുന്നത് ഒരു ചെറിയ സർക്യൂട്ടാണ്. ആ സർക്യൂട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അതുപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് നമുക്ക് ഈ ബാറ്ററിയിൽ നിന്നും മാറ്റി വെക്കാം. ഇതാ, നമുക്ക് 4 ബാറ്ററികൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ഒരു ബാറ്ററി ഏകദേശം 2200 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. mAh എന്നത് ബാറ്ററി കപ്പാസിറ്റിയെ സൂചിപ്പിക്കും, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞത് 3.7 വോൾട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ബാറ്ററികൾ ചെക്ക് ചെയ്യാം. ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററികൾ ചെക്ക് ചെയ്യാം. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ബാറ്ററിക്കായിരിക്കും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവുക. ആ ബാറ്ററി ഡാമേജ് ആയതിനാലായിരിക്കാം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറയാനുള്ള ചാൻസ്. സോ നമുക്കൊരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. സോ ഇത് ഓക്കെ ആണ്, ബാറ്ററി സെൽ ഓക്കെ ആണ്. ഈ കാണുന്നതാണ് ഒരു PCB ചാർജിങ് മൊഡ്യൂൾ. അതായത് സാധാരണ രീതിയിൽ പവർ ബാങ്ക് അത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഇത് രണ്ടും നടക്കണം. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആമസോണിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ ഇതിൽ ഏകദേശം 240 രൂപയാണ്. ആമസോണിൽ നിന്നല്ല, ഞാൻ വാങ്ങിയത് AliExpressൽ നിന്നാണ്. ചൈനീസ് കൊമേഴ്സ്യൽ വെബ്സൈറ്റായ AliExpressൽ. അതിൽ 46 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് കാലതാമസം എടുക്കും ഇത് വരാൻ. കാരണം അവിടെ നിന്ന് ഷിപ്പായി ഇവിടെ എത്താൻ ഏകദേശം 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ എടുക്കും. സോ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും നല്ലത് AliExpressൽ നിന്ന് ഓർഡർ ചെയ്യണം. അതല്ല, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ PCB വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാം. വില അല്പം കൂടുതലാണ്, 240. ഇത് മറ്റൊരു ലാപ്ടോപ്പ് ബാറ്ററിയിൽ നിന്നും എടുത്ത കുറച്ച് പഴയ ബാറ്ററികളാണ്. ഇവയെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് സോൾഡർ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി നമ്മൾക്കറിയാം, ലിഥിയം അയോൺ ബാറ്ററികളാണ്. ഇന്ന് വിപണിയിൽ ലിഥിയം അയോൺ ബാറ്ററികൾ അതുപോലെ തന്നെ ലിഥിയം പോളിമർ ബാറ്ററി, ഈ 2 തരത്തിലുള്ള ബാറ്ററികളാണ് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലിഥിയം പോളിമർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ന്യൂ ആയിട്ടുള്ള ടെക്നോളജിയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ മൊബൈൽ ഫോണുകളിൽ ധാരാളമായി കാണുന്ന ലിഥിയം അയോണുകളാണ്. കാരണം ലിഥിയം അയോൺ ബാറ്ററികൾക്ക് ലിഥിയം പോളിമറേക്കാളും കുറച്ച് അഡ്വാൻറ്റേജസ് കൂടുതലാണ്. കാരണം
ലിഥിയം പോളിമർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് മൊബൈൽ ഫോണിൻ്റെ സൈസ് വളരെ ചെറുതായി വരികയാണ്. അതായത് അൾട്രാ തിൻ മൊബൈലുകൾ വരെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. സോ ലിഥിയം പോളിമർ ഉപയോഗിച്ചാൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സൈസ് വളരെയധികം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ലിഥിയം അയോണുകൾക്ക് എന്താ പറ്റില്ല, മൊബൈൽ ഫോണിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ ലിഥിയം അയോണിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് വളരെ അധികമാണ് ലിഥിയം പോളിമറിനെ അപേക്ഷിച്ചിട്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോഴും ലിഥിയം അയോണുകൾ ഒരിക്കലും ബാക്ക് ഔട്ട് ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ ലിഥിയം പോളിമർ ബാറ്ററികളെ ടെമ്പറേച്ചർ പോലുള്ള വസ്തുക്കൾ വളരെയധികം ബാധിക്കും. പക്ഷേ ലിഥിയം അയോൺ ഇത് അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്ററാണ്. പക്ഷെ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. പണ്ടുകാലത്ത് നമുക്കറിയാം നിക്കൽ കാഡ്മിയം ബാറ്ററീസാണ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം പണ്ടുകാലത്ത് ഒരു മൊബൈൽ വാങ്ങിയിരുന്നെങ്കിൽ മൊബൈൽ ഷോപ്പ് ഓണർ പറയും, നിങ്ങൾ 6 മണിക്കൂർ ബാറ്ററി ചാർജ് ചെയ്യണം, അതിനുശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മെമ്മറി എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു തരം എഫക്റ്റ് ഇതിന് മുമ്പുണ്ടായിരുന്നു. അതായത് ഒരു മൊബൈൽ ഫോൺ ബാറ്ററി ആദ്യമായി ചാർജ് ചെയ്യുമ്പോൾ ആ ബാറ്ററി സ്റ്റോർ ചെയ്യുകയാണ്, അതായത് അതിൻ്റെ മെമ്മറിയിൽ ഇതാണ് എൻ്റെ മാക്സിമം കപ്പാസിറ്റി, അതുപോലെ തന്നെ എനിക്ക് ഇത്രയും ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ഫസ്റ്റ് ഒരു 6 മണിക്കൂർ ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലെത്തുന്നു. അതിനുശേഷം അത് കാലിബ്രേറ്റായി നമുക്ക് അതനുസരിച്ച് തന്നെ പിന്നീടുള്ള ചാർജുകൾ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് കാലിബ്രേറ്റ് ആവും. പക്ഷേ ഇന്നുള്ള ബാറ്ററികളിൽ നമുക്ക് റെഡി ടു യൂസ് ആണ്. അതായത് ബാറ്ററി വാങ്ങുക, ഫോൺ വാങ്ങുക, നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്ത് തരും. 6 മണിക്കൂർ നിർബന്ധിത ചാർജും അങ്ങനെയൊന്നുമില്ല. അതാണ് ഈ പുതിയ ടെക്നോളജീൻ്റെ മികവ്. ബാറ്ററി സെല്ലുകൾ ഓരോന്നായി സോൾഡർ ചെയ്യേണ്ടതായുണ്ട്. പോസിറ്റീവ് ടെർമിനലുകൾ, അതായത് പോസിറ്റീവ് ടെർമിനൽ എല്ലാം കൂടെ സോൾഡർ ചെയ്ത് ഒരൊറ്റ ഔട്ട്പുട്ടായി ഒരു വയറായിട്ട് നമ്മൾ സോൾഡർ ചെയ്യുക. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ മറുഭാഗം, അവയെല്ലാം കൂടെ അന്യോന്യം സോൾഡർ ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ ഔട്ട്പുട്ടായിട്ട് ടോട്ടൽ 2 ഔട്ട്പുട്ട് ബാറ്ററിയിൽ നിന്ന് നമുക്ക് എടുക്കണം. പോസിറ്റീവ് ഔട്ട്പുട്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഔട്ട്പുട്ട്, അങ്ങനെ 2 ഔട്ട്പുട്ടുകൾ നമ്മൾ എടുക്കുന്നു. ഈ 2 ഔട്ട്പുട്ടുകൾ നമ്മൾ PCBയുടെ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുള്ള സോൾഡറിങ് പോയിൻറ്റിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുന്നു. ഇതിത്ര മാത്രമാണ് നമ്മൾ ആകെ ചെയ്യേണ്ടത്. സോ ഇത്രയും ലളിതമായൊരു സർക്യൂട്ടാണ്. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ രണ്ടും PCB മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് മൊഡ്യൂളിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യുന്നു. നമുക്ക് എന്തായാലും ഒരു കേസ് വേണം. നമുക്ക് ബാറ്ററി കേസ് വാങ്ങാൻ ഉള്ളതിന് കാരണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഷട്ടിൽ കോക്കിൻ്റെ ഒരു ഫുൾ ബോക്സിൻ്റെ കവറാണ്. അതായത് സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു കവർ. നിർമ്മിച്ച പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ അതിനായി ഞാനൊരു സ്മാർട്ട് ഫോൺ എടുക്കുന്നു. നമുക്കത് 2.1 ആംപിയർ പോർട്ടിലേക്ക് നമുക്കിത് കാണാം. സ്ക്രീനിൽ ചാർജിങ് എന്നുള്ള ഡിസ്പ്ലേ.